ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യത്തെ വോട്ട് തന്നെയാണ്. അപ്പം ഞാൻ ആദ്യമായി വോട്ട് ചെയ്ത എല്ലാ തെരഞ്ഞെടുപ്പും ഞാൻ ജയിച്ചിട്ടുണ്ട്. ആ ഒരു സന്തോഷം ഇന്ന് എനിക്കുണ്ട്. ഇന്ന് ഞാൻ മത്സരിക്കുന്ന വാർഡ് സംസ്കൃതം കോളേജ് വാർഡാണ്. ശാരദ ക്ഷേത്രം ഇരിക്കുന്ന വാർഡാണ്. ഇന്ന് ശാരദ ജയന്തിയാണ്. ആശ്രമത്തിൻ്റെ പ്രത്യേകത നിങ്ങളിവിടെ തൊട്ടപ്പുറത്താണ്, പോയി കാണാം. ആശ്രമത്തിനകത്ത് ശാരദാദേവിയുടെ ക്ഷേത്രമുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും ശാരദാദേവിയുടെയും ക്ഷേത്രമാണ്. അതിനകത്ത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ഫോട്ടോ ഇരിക്കുന്ന പിന്നെ ഒരു ക്ഷേത്രം കൂടിയാണ്. ഹൈന്ദവ ആചാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രത്തിനകത്ത് ജീസസ് ക്രൈസ്റ്റിൻ്റെ കൂടി ഫോട്ടോ വെച്ചിട്ടുള്ള 2 ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. അങ്ങനെ മതേതരത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം, ഗാന്ധി കൂടി വന്ന കേന്ദ്രത്തിലാണ് ഞാൻ മത്സരിക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എനിക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടായതാണ്. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് എന്നോട് ICC 6 മാസങ്ങൾക്ക് മുമ്പേ ആവശ്യപ്പെട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു നിങ്ങൾക്ക് എൻ്റെ കാര്യം മനസ്സിലായല്ലോ. അത് ഞങ്ങൾ നിയമസഭയേക്കാൾ കൂടുതലായി ഇത്തവണ അത് ഇല്ല എന്നല്ല പറഞ്ഞ്, നിയമസഭയല്ല ഞങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷനായിരുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിരുന്നു. പല ആളും ധരിച്ചിരുന്നത് നിയമസഭയ്ക്ക് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ്. ആ ഘട്ടത്തിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ മുന്നൊരുക്കം നടത്തിയത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ്. കോർപ്പറേഷൻ കഴിഞ്ഞ 5 വർഷം LDF ഭരിച്ചത് ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, നമ്മളിൽ നിന്ന് മാറിപ്പോയ ഒരാളുടെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അയാളുടെ ഡയലോഗുകൾ പോലും നമ്മൾ കണ്ടതാണ്. പിന്നെ BJPയുടെ MP ഇവിടെ വന്ന് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ വോട്ട് ചെയ്ത MP ആണ്. MP പോലും ഓടി തിരുവനന്തപുരത്ത് പോയി വോട്ട് ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ട് മനസ്സിലായല്ലോ. ഇനി BJP CPM കൂട്ടുകെട്ട് ഈ ജില്ലയിൽ നടപ്പിലാവില്ല. അത് ഈ റിസൾട്ടോടുകൂടി മനസ്സിലാവും.